Assalamu alaikum warahmatullahi wabarakatuh. What you want doesn't mean that you need that. നമുക്കൊരു സാധനം വേണം എന്ന് വെച്ച് അത് നമുക്ക് അത്യാവശ്യമാണ് എന്നുള്ളതില്ല. വാണ്ട് എന്നുള്ള പറയുമ്പോൾ നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങുകയാണ്, അതായത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുകയാണ്, ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ, അങ്ങനത്തെ ഒരു ഫോൺ വാങ്ങുന്നതിനാണ് വാണ്ട് എന്ന് പറയാം. പക്ഷേ നീഡ് എന്നുള്ള പറയുന്നത് നിങ്ങളുടെ ഫോൺ നാശമായിക്കാണ്, അതുകൊണ്ട് നിങ്ങൾ വേറെ ഫോൺ വാങ്ങുകയാണ്, അല്ലെങ്കിൽ അതന്നെ നിങ്ങൾ നന്നാക്കാൻ കൊടുക്കുന്നതിനാണ് നീഡ് എന്നുള്ള ലിസ്റ്റിക്കും വരിക. വാണ്ടിനും നീഡിനും ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ വാണ്ട് എന്നുള്ളത് നമുക്കൊരു പ്ലഷർ തരും, ഒരു കംഫേർട്ട്. നമുക്ക് അത് അത്യാവശ്യമല്ല, എന്നാലും ഭയങ്കര ഒരു കംഫേർട്ടും പ്ലഷറും കഴിക്കും. അതെങ്ങനെ, അത് വാണ്ടിൽ എന്തൊക്കെ ചേർന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് പോകുന്നത് വെച്ചാൽ ട്രെൻഡിങ്ങിലേക്ക്. ഇപ്പോൾ ഇന്ന സാധനത്തിൽ ട്രെൻഡിങ് ആണ്, ഇപ്പോൾ ഇത് എല്ലായിടത്തും ഇതെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, ഇത്ര സെലിബ്രിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞ് നമ്മൾ വാങ്ങും, ട്രെൻഡിങ് ആണല്ലോ. പിന്നെ വരുന്നത് ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അത് നിങ്ങൾ എവിടെയെങ്കിലും ഫോണിൽ കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ ഭയങ്കര നമ്മളൊരു ആഗ്രഹത്തിന് വേണ്ടി വാങ്ങും. ഈ ആഗ്രഹവും ഒരു വാണ്ടിലാണ് ചേരുക. നമുക്കും അതൊന്നും ഒരു ലോങ് ടേം സാറ്റിസ്ഫിക്കേഷൻ തരാൻ പോകുന്നില്ല, വെറും ഷോർട്ട് ടേം ആയിട്ടുണ്ടാവുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയ സാധനം, അതായത് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് രസമുണ്ടല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയ സാധനം കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരം ഇനി നമുക്ക് സന്തോഷം കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാലം സാറ്റിസ്ഫിക്കേഷൻ കിട്ടുമെന്നുള്ളത് വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷെ നീഡ് എന്നുള്ളത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കാൻ സർവൈവ് ചെയ്യാനുള്ള സാധനങ്ങൾസിനാണ് നീഡ് എന്നുള്ളത് പറയുന്നത്. ഇതിൽ വരുമ്പോൾ ഫുഡ് വരും, ഷെൽട്ടർ വരും, നമ്മളെ ശരീരത്തിന് വേണ്ടിയ സാധനങ്ങൾ, നമ്മളെ ദീൻ കൂട്ടാനുള്ള സാധനങ്ങൾ, നമ്മളെ പഠിപ്പിനുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് നീഡ്. ഇതൊക്കെ അത്യാവശ്യത്തിൽ പെടുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഈ ഒരു ഭൂമിയിൽ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഇത് വന്നിട്ട് നീഡ് എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. വാണ്ടും നീഡും വെറും വാങ്ങണതിനും മാത്രമാണെന്ന് വെച്ചാൽ അല്ല. കാരണം നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, അതാണ് നിങ്ങളെ വാണ്ട്. അത് നിങ്ങളെ കംഫർട്ട് തരും, നിങ്ങൾ കംഫർട്ടബിൾ സ്റ്റേജിൽ വെക്കും അത്. പക്ഷെ നീഡ് എന്നുള്ളത് ആ ടൈം പ്രൊഡക്റ്റീവായി യൂസ് ചെയ്ത് വേറെ എന്തിനെങ്കിലും ചെയ്യുന്നതാണ് നീഡ് എന്നുള്ളത്. വാണ്ടും നീഡും നമുക്ക് വാണ്ട് അത്രക്കും ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല, അതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. നീഡ് എന്നുള്ളത് നമുക്ക് നീണ്ടു നിൽക്കും, ഭയങ്കര ഡീപ്പായിട്ട് തന്നെ അത് നമ്മളെ കൊണ്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നീഡൊക്കെ ഓൾറെഡി പ്രൊവൈഡ് ആണ്. നമ്മളെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നീഡ് ഉള്ളത് മാത്രമാണ് ജീവിച്ച്, വാണ്ടിൻ്റെ മേലെയും നീഡ് എന്തൊക്കെയാണ്, ഈ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിലാണ് ജീവിച്ച്. നിങ്ങളൊരു സാധനം അടുത്ത വട്ടം നിങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ നിൽക്കുമ്പോൾ, അത് നിങ്ങളുടെ ടൈം തന്നെ വേസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ, ഇപ്പോൾ എനിക്കൊരു ഫ്രീ ടൈം ഉണ്ട്, എനിക്കൊരു 1 hour ഫ്രീ ആണ്, ഞാൻ കുറച്ച് നേരം ഫോൺ നോണ്ടട്ടെ, ഞാൻ കുറച്ച് നേരം ഞാൻ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോട്ടെ എന്നുള്ളതിനാണ് നീഡ്. ഡിസിഷൻ എടുക്കുമ്പോൾ ആലോചിക്കുക, നിങ്ങൾക്ക് നീഡാണോ വേണ്ടി, വാണ്ടാണോ വേണ്ടി. നിങ്ങൾ കടയിൽ പോലും ഒരു സാധനം വാങ്ങുകയാണ്, ഇതെനിക്ക് അത്യാവശ്യമാണോ, ചോദിച്ചുകൊണ്ടേ നിൽക്കുക. ഇത് നിങ്ങൾ പലവട്ടം കേട്ടിട്ടുണ്ടാവും, നിങ്ങളൊരു സാധനം മേടിക്കുമ്പോഴും അതിൻ്റെ മുന്നേ നിങ്ങൾ കുറേ ആലോചിക്കണം എന്ന്. പക്ഷേ ഇത് വെറും ഒരു റാൻഡം സെൻറ്റൻസ് എന്നല്ലാണ്ട് ഇത് നിങ്ങളുടെ മനസ്സിൽ ഏൽക്കണം. നമ്മൾ അത് എനിക്കിത് വേണോ, എനിക്ക് റീസണുണ്ടോ എനിക്കിത് വേണ്ടിയ, അങ്ങനെ എന്തെങ്കിലും നമ്മൾ തിങ്ക് ചെയ്തിട്ട് തന്നെ നിൽക്കണം. നമ്മൾ തിണ്ട് വെച്ചിട്ട് അത് വാങ്ങാൻ നിൽക്കുക, അല്ലാണ്ട് നല്ലോണം ആലോചിച്ചിട്ട് ഡിസിഷൻ എടുക്കുമ്പോഴും നമ്മൾ ലോങ് ടേം സാറ്റിസ്ഫിക്കേഷൻ നോക്കി വാങ്ങുക, അല്ലാണ്ട് വെറുതെ ഒരു ജസ്റ്റ് എ പ്ലഷർ, നമ്മൾ ഇപ്പോൾ കഴിഞ്ഞു പോണ ഒരു പ്ലഷറിന് വേണ്ടിയല്ല വാങ്ങാണ്ടിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.